സ്റ്റേജിൻ്റെ മുന്നിൽ കുറേ പ്രോഗ്രാമൊന്നും അവതരിപ്പിച്ചില്ല. എന്നാലും ചേച്ചിനോടൊക്കെ മുന്നിൽ നിർത്തിയിട്ട് സംസാരിക്കുമ്പോൾ പേടിയുണ്ട്. എല്ലാവർക്കും സുസ്വാഗതം. ഇങ്ങനെ വരാൻ പറ്റിയതിൽ പ്രത്യേകിച്ച് ഹസ്ബൻഡ്, കുട്ടികൾ, വൈഫ് എല്ലാം വന്നതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും വലിയ തിരക്കായിരിക്കും എന്നറിയാം, എന്നാലും വന്നതിൽ വലിയ സന്തോഷം. പ്രതീഷ് ഗ്രേറ്റ്, ശരിക്കും പറയാം. ബിക്കോസ് ഓഫ് പ്രതീഷ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കുകയില്ല. ഇത്ര ഓരോ പ്രാവശ്യം നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, എന്താ ഒന്നും ചെയ്യാറില്ല. ഭയങ്കര ഇതായിരുന്നു. തീരെ വയ്യായിട്ടും അതൊന്നും കാണിക്കാതെ ഇത്ര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ്, ഫുൾ പവറാണ്. ചെയ്യ് ഞാനിവിടെ ചിലപ്പം വയ്യാതെ ഇരിക്കുന്നുണ്ടാവും, എന്നാലും വിളിച്ചു പറയാം ചെയ്യണം. അതെന്താ ഒന്നും ചെയ്യാത്ത വേറൊരാൾ ആശയായിരുന്നു കേട്ടോ. ആശയും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. ഷീസ് നോട്ട് വെൽ, അതുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞിരുന്നു. വലിയ കരച്ചിലൊക്കെ ആയിരുന്നു, വരാൻ പറ്റിയില്ല പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആശേനെ ശരിക്കും ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. ആശക്കും പ്രതീക്ഷനായിരുന്നു ഈ ഗ്രൂപ്പ് ഇങ്ങനെ കൊണ്ടുപോകണം, ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വേണം എന്നൊക്കെ വലിയ ആശ ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള ഒരാളെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം, ശരിക്കും ഏത് തന്നെ ഓർമ്മ വരുന്നില്ല. അനിൽ ശരിക്കും അതെ, അനിലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് കൂടെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കൂടെ ഗൂഗിൾ മീറ്റ് വെക്കലും എല്ലാ മാസവും ഞാനിങ്ങനെ വെക്കും. എന്താണോ ഈ എല്ലാ മാസവും ഗൂഗിൾ മീറ്റിൽ നമ്മൾ എന്ത് സംസാരിക്കാനാണ്, അതും വന്ന ആൾക്കാർ എന്നെ വരിക, ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ, എന്നാലും ഗൂഗിൾ മീറ്റ് എല്ലാ മാസവും വെക്കും. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഇന്ന് നടത്താൻ പറ്റിയതിൽ വലിയ സന്തോഷം. പിന്നെ ഈ നമ്മളെ കൂടെ ഇല്ലാതിരിക്കുന്ന ഇവരെയൊക്കെ ഓർക്കാൻ പറ്റിയതിലും ശരിക്കും പല ആൾക്കാരെ ഇപ്പോൾ കാണുന്ന ആൾക്കാരെ തന്നെ പല ആൾക്കാരെയും നമുക്ക് ഓർമ്മ വരുന്നില്ല. ഈ പറയുന്ന എനിക്ക് വേണുവിൻ്റെ ഫ്യൂണറൽ ദിവസം ഞാനവിടെ പോയിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷനെ കണ്ടു. മറ്റേ രണ്ടുപേരെ സത്യം പറയാച്ച ഓർമ്മ വരുന്നില്ല. സ്റ്റിൽ ഓർമ്മിക്കുക ഈ സമയത്ത്. അങ്ങനെ ഒരു ഇതും കിട്ടി നമുക്ക്. ഇങ്ങനെയൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ നമ്മളെ വിട്ടുപോയി എന്നുള്ളത് ഇപ്പോൾ ഓർക്കാൻ പറ്റിയതിലും അതൊരു ദുഃഖമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫാമിലിനെ പരിചയപ്പെട്ട എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്.